നമസ്തേ, പ്രീതാസ് കെലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിനും ചപ്പാത്തിക്കും എല്ലാറ്റിനും ഒരുപോലെ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ഈ വഴുതനങ്ങ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വഴുതനങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വഴുതനങ്ങ നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇതിൻ്റെ ഞെട്ടി ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ അറ്റവും ആ തലഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ അതാ ബേസിനിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ വഴുതനങ്ങ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ടും കട്ട് ചെയ്യേണ്ട, ഇതുപോലെ ആ മൂളൊന്നും ഇങ്ങോട്ട് താഴെ വരെ ഒന്ന് കട്ട് ചെയ്താൽ മതി. മുഴുവനായിട്ടും കട്ട് ചെയ്യരുത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതാ കട്ട് ചെയ്ത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. മുഴുവനും ഞാൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു ഒരു 13 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. അതിനുശേഷം പാൻ ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് എണ്ണ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇപ്പോൾ വഴുതനങ്ങ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് നേരൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. വേഗം വാടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ആ വഴുതനങ്ങയൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേഗം ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് കുക്കാവരുത്, ഇതുപോലെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വാട്ടിയെടുത്താൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. പിന്നെ വഴുതനങ്ങ എണ്ണയിലിടുമ്പോൾ വെള്ളം നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മേലേക്ക് പൊട്ടിത്തെറിക്കുകയുള്ളൂ. നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കസൂരി മേത്തി, 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നേരൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ഇട്ടിട്ട് നേരൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ച് നമുക്ക് വെള്ളം വേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നേരൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചിക്കനിലേക്കും മീനിലേക്കൊക്കെ മസാല റെഡിയാക്കണില്ലേ, അതുപോലെ കുറച്ച് തിക്കായിട്ട്, ഒരുപാട് ലൂസ് വേണ്ട, കുറച്ച് തിക്കായിട്ടൊന്ന് മസാല റെഡിയാക്കുക. ഇപ്പോൾ അതാ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളുടെ ആ വഴുതനങ്ങ ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഈ മസാല ഉണ്ടല്ലോ, നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ഈ മസാല, അത് നമ്മുടെ ഈ വഴുതനങ്ങ ഒന്ന് കീറിയിട്ടല്ലേ നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ളത്. ആ കീറിയതിന് വഴുതനങ്ങയുടെ ഉള്ളിലേക്ക് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ വഴുതനങ്ങയുടെ ഉള്ളിലേക്കും മസാല ഇതുപോലെ കുറച്ച് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇപ്പോൾ എല്ലാ വഴുതനങ്ങയിലും മസാല നേരെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ വഴുതനങ്ങ വാട്ടിയ സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഒന്ന് ചെറുതായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ ബാക്കി വന്ന മസാല ഉണ്ടല്ലോ, വഴുതനങ്ങയിൽ തേച്ച് പിടിച്ച ബാക്കി വന്ന മസാലയും കുറച്ച് പൊടിയായി എരിഞ്ഞ മല്ലിയിലയും പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നുമില്ലാതെ നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എത്രമാത്രം നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. ഇപ്പം മസാലയൊക്കെ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കട്ടകളൊന്നുമില്ലാതെ നേരെ മിക്സ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മസാല തേച്ച് പിടിപ്പിച്ച വഴുതനങ്ങ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ഈ ഗ്രേവിയിലേക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. നിരത്തി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നേരെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ആ വഴുതനങ്ങയൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. ഇപ്പോൾ ഉള്ളിലുള്ള
ആ മസാലയും വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേവി അതെ നല്ല ടേസ്റ്റാണ്. എനിക്കിതിൽ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ തൈരിൽ കുറച്ച് മുളക് പൊടി കലക്കിയിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചു. അപ്പോൾ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ തൈരിടുകൊണ്ട് കളറൊന്ന് കുറച്ച് ലൈറ്റായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നുകൂടി ഡാർക്ക് കളറാവും ഗ്രേവി. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയില കൂടി ഇട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ടൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.